ജമ്മുകശ്മീരിലെ കിഷ്ത്വാറിൽ സൈന്യവും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ നടക്കുകയാണ്. ദുൽ മേഖലയിലാണ് വെടിവയ്പ് ഉണ്ടായത്. ഭീകരർക്കായി തിരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ് സൈന്യം. വിവരങ്ങളുമായി ശ്രീകാന്ത് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, എപ്പോഴാണ് ഏറ്റുമുട്ടൽ ആരംഭിച്ചത്? അവിടെ ഭീകരർ ഒളിച്ചിരിക്കുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണോ പരിശോധന? എന്താണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ? ഇപ്പോൾ സൈന്യവും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ ആരംഭിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ അഖലിന്റെ ഭാഗമായാണ് ഈ ഏറ്റുമുട്ടൽ ഇപ്പോൾ നടക്കുന്നത്. അവിടെ ഭീകരർ ഒളിച്ചിരിക്കുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തെരച്ചിൽ നടത്തിയിരുന്നു സൈന്യം. തുടർന്ന് ഇവരുടെ ഹൈഡൌട്ട് സൈന്യത്തിന് ബോധ്യപ്പെട്ടു. തുടർന്നാണ് വെടിവയ്പ് നടക്കുന്നത്. ദുൽ മേഖലയിലാണ് ഇപ്പോൾ ഈ പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം 2 സൈനികർ വീരമൃത്യു വരിച്ചിരുന്നു. 5 ഭീകരരെ ഇതിനോടകം തന്നെ വെടിവെച്ചു കൊല്ലാൻ സൈന്യത്തിന് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ഓപ്പറേഷൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ കൂടുതൽ അപ്ഡേറ്റ്സ് വരുന്നതേയുള്ളൂ. ഓപ്പറേഷൻ അഖലിന്റെ ഭാഗമായി അതിർത്തിയിൽ ഏറ്റുമുട്ടുകയാണ് സൈന്യം. ജമ്മുകശ്മീരിലെ കിഷ്ത്വാറിലാണ് സൈന്യവും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ നടക്കുന്നത്. ദുൽ മേഖലയിലാണ് വെടിവയ്പ് ഉണ്ടായത്. അവിടെ ഭീകരർ ഒളിച്ചിരിക്കുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സൈന്യം അവിടെ പരിശോധന ആരംഭിച്ചത്. എന്തായാലും ഭീകരർക്കെതിരെ സൈന്യം കൃത്യമായ പോരാട്ടം നടത്തി വരികയാണ്. ഇപ്പോൾ വ്യാപകമായ തിരച്ചിൽ സൈന്യം നടത്തുന്നുണ്ട് എന്ന വിവരമാണ് ലഭിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ 2 സൈനികരാണ് വീരമൃത്യു വരിച്ചത്. ഒപ്പം തന്നെ 5 ഭീകരരെ സൈന്യം വകവരുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കൂടുതൽ ഭീകരർ ഒളിച്ചിരിക്കുന്നു എന്ന വിവരമാണ് സൈന്യത്തിന് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും വരും ബുള്ളറ്റിനുകളിൽ ഇതിന്റെ അപ്ഡേറ്റ്സ് നമുക്ക് പ്രതീക്ഷിക്കാം. ശ്രീകാന്താണ് വിശദാംശങ്ങൾ നൽകിയത്. പലസ്തീനെ അംഗീകരിക്കാൻ അമേരിക്കയ്ക്ക് ഉദ്ദേശമില്ലെന്ന് JD വാൻസ്. വ്യവസ്ഥാപിതമായ സർക്കാർ ഇല്ലാത്ത രാജ്യത്തെ അംഗീകരിക്കാൻ സാധിക്കില്ല. മാത്രവുമല്ല, ഹമാസിനെ പൂർണ്ണമായും അധികാരത്തിൽ നിന്ന് ഒഴിവാക്കുക തന്നെ വേണം. ഇനിയൊരു ആക്രമണം ഹമാസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാത്ത രീതിയിൽ ശാശ്വത പ്രശ്നപരിഹാരമാണ് അമേരിക്ക ഉദ്ദേശിക്കുന്നത് എന്നും JD വാൻസ് പറയുന്നു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയെ തുടർന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആദ്യം ആ പ്രതികരണം കാണാം. Obviously, the United Kingdom is going to make its decision. We have no plans to recognize a Palestinian state. I don't know what it would mean to really recognize a Palestinian state, given the lack of a functional government there. You know, what the president has made very clear is our 2 goals are very simple right now vis-a-vis the situation in Israel and Gaza. Number 1, we want to make it so that Hamas cannot attack innocent Israeli civilians ever again, and we think that has to come through the eradication of Hamas. Second, the president has been very moved by these terrible images of the humanitarian crisis in Gaza. വിവരങ്ങളുമായി ഐസൻ ജോസ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഐസൻ, ഈ ഹമാസിനെ തലപൊക്കരുത്, ലോകരാജ്യങ്ങൾ അതൊരു ഭീഷണിയായി മാറുന്നു എന്ന് തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്ക മുന്നിട്ട് ഇറങ്ങുകയാണ് ഹമാസിനെ മുച്ചൂട് മുടിപ്പിക്കാൻ. അങ്ങനെ തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? രാഖി, തീർച്ചയായും പാലസ്തീനെ അംഗീകരിക്കാനുള്ള ഒരു തീരുമാനം ഒരു തരത്തിലും അംഗീകരിക്കില്ല, അല്ലെങ്കിൽ സ്വീകാര്യമല്ല എന്ന നിലപാട് നേരത്തെ തന്നെ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അമേരിക്ക ഇക്കാര്യം വീണ്ടും അടിവരയിട്ട് പറയുകയുമാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഡേവിഡ് ലാമിയുമായുള്ള കൂടിക്കാഴ്ചയിലാണ് ഇക്കാര്യം ഇപ്പോൾ കൃത്യമായി പ്രസ്താവിക്കുകയും ചെയ്തത്. അദ്ദേഹം പറയുന്നത് നമുക്ക് ആ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഓരോ വാക്കുകളിലും ഓരോ ആശയം ഉൾക്കൊള്ളുന്ന രീതിയിൽ വ്യക്തമായി തന്നെ JD വാൻസ് ഇക്കാര്യം പറയുകയും ചെയ്തു. പാലസ്തീനെ അംഗീകരിക്കാൻ ഒരു ഉദ്ദേശവും അമേരിക്കയ്ക്കില്ല. മാത്രമല്ല, അത്തരത്തിൽ പാലസ്തീനെ അംഗീകരിക്കുന്നതിന് ആവശ്യമായ ഒരു വ്യവസ്ഥാപിത സർക്കാർ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനമല്ല പാലസ്തീൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാവുന്നതാണ്, വെസ്റ്റ് ബാങ്കിലെ നിയന്ത്രിക്കുന്ന സംവിധാനത്തെ പാലസ്തീൻ അതോറിറ്റി എന്നാണ് അമേരിക്ക വിശേഷിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഹമാസിനെ അധികാരത്തിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് കടുത്ത നടപടികൾ അടിയന്തരമായി ഉണ്ടാകേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായി എല്ലാം തന്നെ പാലസ്തീനെ അംഗീകരിക്കുന്നത് വലിയ വെല്ലുവിളികൾ സൃഷ്ടിക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഇസ്രായേലിന്റെ കൃത്യമായ നിലപാട് ഇത്തരത്തിൽ പാലസ്തീനെ അംഗീകരിക്കുന്ന ഏതെങ്കിലും രാഷ്ട്രങ്ങൾ അംഗീകരിക്കുന്നത് ഹമാസ് അനുകൂല നിലപാടാണ്, ഹമാസിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നിലപാടാണെന്നാണ് ഇസ്രായേൽ അറിയിച്ചിരുന്നത്. സമാനമായ നിലപാട് കൃത്യമായും JD വാൻസും അനുവർത്തിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ബ്രിട്ടനും കാനഡയും ഫ്രാൻസും എല്ലാം തന്നെ പാലസ്തീൻ സ്റ്റേറ്റ് അംഗീകരിക്കാനുള്ള ഒരു തീരുമാനമുണ്ടായിരുന്നു. സെപ്റ്റംബറിൽ വരാനിരിക്കുന്ന UN ജനറൽ അസംബ്ലിയിൽ ഇക്കാര്യം നിലപാടായി അറിയിക്കാനുള്ള ഒരു നീക്കമാണ് നടത്തിയിരുന്നത്. അതേസമയം ഹമാസിനെ ഇല്ലാതാക്കണമെന്ന കാര്യത്തിൽ ഈ 3 രാഷ്ട്രങ്ങൾക്കും മറ്റൊരു അഭിപ്രായമില്ല എന്നതും ഒരു വസ്തുതയാണ്. നിലവിലെ സാഹചര്യത്തിൽ കർശന നടപടികൾ ഉണ്ടാകുന്നതിനെ പ്രതികൂലമായി ബാധിക്കും ഈ പാലസ്തീനെ അംഗീകരിക്കുന്ന നിലപാട് എന്ന് അദ്ദേഹം വളരെ കൃത്യമായി പറയുകയും ചെയ്തിട്ടുണ്ട്. ശരി ഐസൻ, എന്തായാലും പലസ്തീനെ അംഗീകരിക്കില്ല, ആ ഒരു നിലപാടിൽ ഉറച്ച് നിൽക്കുകയാണ് അമേരിക്ക. മറ്റു രാജ്യങ്ങളുമായി കൈകോർത്തുള്ള പല നീക്കങ്ങളും അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഹമാസിനെ മുച്ചൂടും പിടിപ്പിക്കാൻ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കേണ്ടി വരും. അത്തരത്തിലുള്ള പ്രതികരണമാണ് വാൻസ് നടത്തിയത്. ഐസൻ ജോസാണ് വിശദാംശങ്ങൾ നൽകിയത്.